ഓക്കെ ഗൈസ്, നമ്മുടെ GTA 5 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, എല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മുടെ ലെസ്റ്റർ നമ്മുടെ വീട്ടിലേക്ക് അർജന്റായിട്ട് ഓടി വന്നു. അതിന് നമ്മുടെ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഏതൊരു വലിയ സ്കൂളിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരാ വെച്ചതെന്നുള്ളത് അത് ആരാന്നറിയില്ല. പക്ഷെ ഇവനെങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ചാൽ, ഇവൻ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ സിനിമ ഉണ്ടല്ലേ, സലാലം മൊബൈൽസ്, അതിൽ മറ്റേ കോൾ ടാപ്പിങ്ങിൻ്റെ പരിപാടി ഇല്ലേ, അതന്നെ ഗൈസ്. വേറെ ആളുടെ ഫോൺ കോളിൽ നിന്ന് കേൾക്കണ പരിപാടി അതന്നെ. ഇവൻ അങ്ങനെ കേൾക്കണ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ രണ്ട് പേര് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. ഇങ്ങനെ സ്കൂളിൽ ബോംബ് വെക്കേണ്ട കാര്യം. അത് അത് സ്കൂളിൽ ബോംബ് വെക്കേണ്ട കാര്യം പറഞ്ഞത് അത് വലിയ സ്കൂളിൻ്റെ അവിടെ ആയിരിക്കും. കാരണം അതിൻ്റെ അടുത്ത് കുറേ ബിൽഡിങ്സ് വലിയ വില്ലാസൊക്കെയാണെന്ന് പറഞ്ഞത്. ലോക്കൽ സ്കൂളിലല്ല വെച്ചാണ്, ഏതോ ഹൈ ക്ലാസ് സ്കൂളിലാണ് വെച്ചതെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാം. കാരണം അവിടെയാണ് ഫുൾ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് വേഗം മേലെ കയറി പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി നമ്മുടെ ലെസ്റ്ററിൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് പോകാം. ലെസ്റ്ററിന് നമുക്കറിയാലോ, GTA ഗെയിംസിലൊക്കെ നമുക്ക് അറിയണ പോലെ തന്നെ ലെസ്റ്ററിന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പറപ്പിച്ച് നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതുവരെ നമ്മുടെ കൂട്ടുകാർ ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ കട്ടയ്ക്ക് കൂടെ വന്നോളട്ടെ എല്ലാവരും. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ലെസ്റ്ററിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോകാം. ലെസ്റ്ററിന് ഇതൊക്കെയാണ് ഹോബീസ് ഗൈസ്. ബാക്കിയുള്ളവരുടെ ഫോണിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അങ്ങനത്തെ പരിപാടി, അതൊക്കെയാണ് അവൻ്റെ ഇഷ്ടമായ ഹോബീസ്. പിന്നെ ഭയങ്കര ഹാക്കിംഗ് ഒക്കെ ആയിട്ടാണ്. ഇവനാണ് നമുക്ക് ഓരോ മെഷീൻസൊക്കെ തരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവനോട് ചോദിക്കാം എവിടെയാണ് ഇൻഫർമേഷൻസൊക്കെ എവിടെ വെച്ചിരുന്നു എന്നുള്ളത് നമുക്കത് ചോദിച്ചു നോക്കാം. നമുക്ക് അവൻ്റെ റൂമിലൊക്കെ പോവാം. ഇതാണ് അവൻ്റെ റൂം, എല്ലാവർക്കും അറിയണ പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഡീറ്റെയിൽസ് നോക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഇത് വമ്പൻ ടീമാണെന്ന് തോന്നുന്നു ഗൈസ്. വലിയൊരു ബോംബ് ബ്ലാസ്റ്റാണ് നമ്മുടെ ലോസ് ആഞ്ചലസ് നടക്കാൻ പോണത്. അതും വലിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അവിടെയാണ്. അതിൻ്റെ അടുത്ത് കുറേ വലിയ വലിയ കോടീശ്വരന്മാരെ താമസിക്കുന്ന വില്ലാസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെല്ലാവരും രക്ഷിക്കണം. അപ്പോൾ നമുക്ക് വേഗം ഒരു പ്ലാൻ ഇടണം. അപ്പോൾ ലെസ്റ്റർ പറയുന്നത് നമുക്ക് വേഗം സ്കൂളിൽ പോയിട്ട് അവിടെ നമുക്ക് എന്തിട്ട് കാര്യം നടന്നു, അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സ്കൂൾ കണ്ടുപിടിക്കണം. ഏത് സ്കൂളെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ സ്കൂൾ കണ്ടുപിടിക്കാൻ പോയാൽ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് വേഗം നമ്മുടെ വണ്ടി എടുത്ത് ലെസ്റ്ററിനെ കൂട്ടി നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്കൂൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വേഗം സ്കൂളെടുത്ത് തരാം. ലെസ്റ്റർ ഒന്ന് വേഗം കയറട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി എടുത്ത് വേഗം പോവാം. അപ്പോൾ നമ്മുടെ സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറേ സ്കൂളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്കൂളിൽ പോയി നോക്കണം. ഓക്കെ ഗൈസ്, നമ്മുടെ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇവിടെ സ്കൂളുണ്ട്, ഇതാ കാണുന്ന സ്കൂളാണ്. പക്ഷെ ഇതിൻ്റെ അടുത്ത് അങ്ങനെ വലിയ വില്ലാസമൊന്നും കാണാനില്ല. അതാവാൻ ചാൻസ് കുറവായിരിക്കും. ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് ഒതുക്കൊക്കെ. പിന്നെ ഇവിടെ ഈ വേറെ സ്കൂൾ ഇതാണ്. പക്ഷെ ഇതൊന്നും ആവാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ വില്ലാസമൊന്നും കാണാനില്ല. അങ്ങനെ വലിയ വില്ലാസമൊന്നും കാണാനില്ല. എന്തായാലും ഇതാവാൻ ചാൻസ് കുറവായിരിക്കും. നമുക്ക് എന്തായാലും വേറെ സ്ഥലത്തേക്ക് പോയി നോക്കാം. അത് ഇതൊക്കെ മറ്റേ ഗുണ്ടകളുടെ സ്ഥലമാണ്, നമ്മുടെ എതിരാളികളുടെ സ്ഥലമാണ്. ഇവിടെ അങ്ങനെ വലിയ റിച്ചായിട്ട് താമസിക്കുന്നവരൊന്നും ഇല്ല. അപ്പോൾ ഇതെന്തായാലും അല്ല, നമുക്ക് എന്തായാലും വേറെ സ്ഥലത്തേക്ക് പോയി പറപ്പിക്കാം. ഓക്കെ, വേറെ സ്ഥലത്തേക്ക് പോകാം. നമുക്ക് എന്തായാലും ഗൈസ്, ഒരു സൂപ്പർ മെക്ലാര വന്ന് കിടക്കുന്നുണ്ട് മുന്നിൽ കൂടെ. അത് എടുക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. നമുക്ക് എന്തായാലും നമുക്ക് കുട്ടികളാണ് പ്രധാനം. നമുക്ക് കുറേ പേര് ജീവൻ രക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ വരുന്നത്, നമ്മൾ സ്കൂൾ കുട്ടിയായിട്ട് നമ്മൾ ആ സ്കൂളിൽ പോയിട്ട് നമ്മൾ ബോംബ് കണ്ടുപിടിക്കണ സീനാണ് നമ്മൾ പ്ലാനാണ് ആലോചിക്കണേ. അപ്പോൾ നമ്മൾ എന്തായാലും കോളേജ് സ്റ്റുഡൻ്റ് ആവണം, സ്കൂൾ സ്റ്റുഡൻ്റ് ആവണുള്ള ഇതും ഒരു സ്കൂളാണ് ഗൈസ്. ഇതും ഒരു സ്കൂളാണ്. പക്ഷെ എൻ്റെ അടുത്ത് വില്ലാസമൊന്നുമില്ല. അങ്ങനെ പറയണ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വില്ലാസമൊന്നുമില്ല. അതധികം വലിയ ഇതായിട്ടുള്ളതല്ല. നമുക്ക് ഈ വഴി പോയി നോക്കാം. അത് അത്യാവശ്യം ചെറിയ സ്കൂളാണ് ഗൈസ്. അത് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്കൂളല്ല. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്കൂളല്ല. നമുക്ക് ഈ ഇടവഴി കൂടെ കട്ട് ചെയ്ത് ഒന്ന് ബാക്ക് എടുക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച സ്കൂൾ ഇതല്ല. നമുക്ക് എന്തായാലും വേറെ സ്കൂളിലേക്ക് പോവാം. ഗൈസ്, എപ്പിക്കായിട്ടുള്ള സീനാണ്. നമുക്ക് വേഗം ബോംബ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോസ് ആൻഡ്രസുള്ള പകുതി പേരെ അവർ ബോംബ് വെച്ച് കൊല്ലും. കാരണം എന്തോരം കുട്ടികളാണ് ചാവാൻ പോണത്, പിന്നെ കോടീശ്വരന്മാരെ വീട്ടിലുള്ള ആൾക്കാരാണ് ചാവാൻ പോണത്. നമുക്ക് ജീവൻ വലുതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പറപ്പിച്ച് വിടാം. നമുക്ക് വേഗം സ്കൂൾ കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, ഇത് വേറെ സ്കൂളാണിത് ഗൈസ്. ഇതാണ് വേറെ ഒരു സ്കൂള് നമ്മുടെ അടുത്തുള്ളത്. ഇത് അത്യാവശ്യം വലുതാണ്, എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു.
അത്യാവശ്യം സ്കൂളിലുള്ള പിള്ളേരുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് അത്യാവശ്യം വലിയ സ്കൂളാണ്, എനിക്ക് തോന്നുന്നത് ഈ സ്കൂൾ തന്നെ ആയിരിക്കുള്ളൂ. നമുക്കിതിൻ്റെ അടുത്ത് വില്ലാസ്, ഇത് ഒരു വലിയ, ഇത് തന്നെ ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. കണ്ട വലിയ വില്ലാസൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് തന്നെ ആയിരിക്കുള്ളൂ, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ 100% ഉറപ്പാണ് നമുക്ക് ഇത് തന്നെയാണ് സ്ഥലം. അപ്പോൾ നമുക്ക് കോളേജ് കുട്ടിയാവണം, അപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് വേഗം പോയി നമ്മുടെ സ്കൂളിൽ പോയി ചോദിക്കണം മറ്റേ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത്, നമുക്ക് ചേരാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ കോളേജ് അത്യാവശ്യം വലുതായ കാരണം നമുക്ക് പ്രിൻസിപ്പളുടെ ഓഫീസ് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എവിടെയാണ് ഓഫീസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പള്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുതുക്കന്മാർക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നാണ് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ഒരു പ്രാവശ്യം ഇവിടെ ചോദിച്ചു നോക്കാം നമുക്ക് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത്, അല്ലാണ്ട് വേറെ കാര്യമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചു നോക്കാം, എന്നിട്ടും കാര്യമല്ലോ നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, പ്രിൻസിപ്പാൾ സമ്മതിക്കണില്ല, നമുക്ക് അങ്ങനെ സമ്മതിക്കണില്ല. പ്രിൻസിപ്പാൾ അങ്ങനെ റഫാന്ന് തോന്നുന്നു. നമുക്കൊന്നെങ്കിൽ ഒരു 10 ഇരട്ടി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് ചോദിച്ചു നോക്കാം. അങ്ങനെയെങ്കിലും സമ്മതിക്കാൻ നോക്കാം നമുക്ക് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത്. ഗായ്സ്, പ്രിൻസിപ്പൾ കലിപ്പായി 10 ഇരട്ടി തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. പ്രിൻസിപ്പൾ ഇതേ ഇടിക്കാരോ നമ്മൾ ഇടിച്ചിട്ട് നമുക്ക് എന്തായാലും തിരിച്ചിടിക്കാൻ പറ്റില്ലല്ലോ, മാതാപിതാ ഗുരു ദൈവന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സ്കൂട്ടാവാം, അല്ലാണ്ട് നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഓടി പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്ററുടെ അടുത്ത് നമ്മൾ കാര്യം പറഞ്ഞു, നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ ലെസ്റ്റർ വേറെ കാര്യം പറയുന്നു, നമുക്ക് വേണമെങ്കിൽ ഈ സ്കൂളിലുള്ള വേറെ അഡ്മിഷൻ എടുത്ത പിള്ളേരെടുത്ത് നമുക്ക് പോയി കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോയി അവരുടെ ID കാർഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോയാൽ പോരെ. അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിച്ചു നോക്കാം. പക്ഷെ അങ്ങനെ പിള്ളേർ സമ്മതിക്കാമെന്ന് അറിയില്ല. പക്ഷേ പ്രിൻസിപ്പൾ ഒരു ജാതി വൃത്തികെട്ട മനുഷ്യനായിരുന്നു, അപ്പോൾ അവൻ കലിപ്പായിരുന്നു. നമ്മൾ ഇടിക്കാനൊക്കെ വന്നു, നമ്മൾ 10 ഇരട്ടി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കണില്ല. അപ്പോൾ നമുക്ക് രക്ഷയില്ല, നമുക്ക് ഇത്ര പേരെ രക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറെ വല്ല വഴി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്ര നേരം നോക്കിയിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി നമുക്കൊരു കുട്ടീനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇവനോട് ചോദിച്ചു നോക്കാം അവൻ്റെ ID കാർഡ് തരുമെന്നുള്ളത്. അപ്പോൾ ഇവൻ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. അവിടെ നിൽക്കടാ, ഡാ. നിൽക്കണില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, ഇവൻ്റെ അടുത്ത് കാര്യം പറയാം. ഇവൻ്റെ ID കാർഡ് കൊടുത്താൽ നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറയാം, പക്ഷേ ചെക്കൻ സമ്മതിക്കുമോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അവൻ എത്ര പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല. അപ്പോൾ നമുക്ക് ഒന്നുകിൽ വേറെ വല്ല കുട്ടിയെടുത്ത് പോയി ചോദിക്കാം. നമുക്ക് വേഗം വേറെ കുട്ടീനെ കണ്ടുപിടിക്കാം. നമുക്ക് പിള്ളേർ ഒറ്റയ്ക്കായിട്ട് നിൽക്കണവർ നമുക്ക് ഇവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അവന് സമ്മതിച്ചില്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു സൂത്രം ചെയ്യാം. നമുക്ക് എന്തായാലും ഓഫീസിൽ പോയിട്ട് ഈ പുതിയ അഡ്മിഷൻ എടുത്ത വല്ല പിള്ളേരുടെ കാര്യം നമുക്ക് കിട്ടുമോ നോക്കാം. പുതിയതായി എടുത്ത വല്ല പിള്ളേരുടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ നോക്കാം. നമ്മളെന്തായാലും ഈ ഓഫീസിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ കുറേ ഡോക്യുമെൻറ്റ്സ് ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഡോക്യുമെൻറ്റ്സിൽ നോക്കാം. അപ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്റ് എടുത്തിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിത് ഡോക്യുമെൻ്റ് മോഷ്ടിച്ചുകൊണ്ട് ഓടാണ്, നമ്മളവിടെ നിന്ന് രക്ഷപ്പെടാണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ലെസ്റ്റർ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ എടുത്ത ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ നമുക്ക് വീടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വേഗം നമുക്ക് ഓടാം കാറിൻ്റെ അടുത്തേക്ക്, അതിന് വേഗം പിള്ളേരെ രക്ഷിക്കാൻ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെസ്റ്റർ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെസ്റ്ററിന് കൂട്ടി വേഗം പോവാം. ഓക്കെ ഗൈസ്, നമ്മളിത് വണ്ടി എടുത്ത് വേഗം പോവാണ്. ആ കുട്ടിയുടെ നമുക്ക് ഇത് കിട്ടി, റൂട്ട് കിട്ടി. അപ്പോൾ നമ്മൾ വേഗം വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ നമുക്ക് വേഗം പറപ്പിച്ച് വിടാം. ഓക്കെ ഗൈസ്, നമ്മൾ ആ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇവിടെ അടുത്താണ് വീടെന്ന് തോന്നുന്നു, അല്ല കുറച്ചുകൂടി ദൂരെയാണ്. നമുക്ക് എന്തായാലും വേഗം പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താറായി തോന്നുന്നു. ഇവനും മലയിലാണ് താമസിക്കണേന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. അല്ലല്ല, മലയിലല്ല, നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. ഗൂഗിൾ മാപ്പ് ചതിച്ചാണോ ലെസ്റ്റർ ചതിച്ചതാണോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വേഗം പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ പറക്കാണ്. വീട് എത്തിയില്ല, ഇനിയും പോകാനുണ്ട്. നമുക്ക് വേഗം പോവാം, ഇടിക്കാണ്ടൊക്കെ പോവാം. ഈ ലെസ്റ്റർ മരിക്കും മാപ്പ് നോക്കാത്താരും നമുക്ക് വീടൊക്കെ തെറ്റുണ്ട്. എന്തായാലും ഞാൻ വീട് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ അടുത്ത് എവിടെയായിട്ടാണ് വീട് എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ്, ദേ ഇതാണ് അവൻ്റെ വീട്. ഇത് പെൺകുട്ടിയല്ലേ, അവനാണെന്നാലും അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഉണ്ടായേ. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. അല്ല ഗൈസ്, ഇത് അവരല്ല, അവനാണ്. എന്തായാലും ഇവളല്ല, നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വീടിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. വീട്ടിൽ കോളിംഗ് ബെല്ലും നമുക്ക് എന്ത് ചെയ്യും, ചവിട്ടി പൊളിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ചവിട്ടി പൊളിച്ച് അവരെ വിളിക്കാം. പുറത്തേക്ക് വാടാ, വേഗം വാ.
ആരും വരുന്നില്ല. ഓക്കെ ഗൈസ്, ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇവൻ്റെ അടുത്ത് ഇവൻ്റെ ID തരാൻ പറഞ്ഞപ്പോൾ ID ആദ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നല്ലൊരു ക്യാഷ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാറും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ എന്തായാലും സമ്മതിച്ചിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടി അവൻ വീണു. ഓക്കെ ഗൈസ്, അവൻ്റെ ID കാർഡ് നമുക്ക് തരാം. അപ്പോൾ ഇവൻ്റെ പകരം നമുക്ക് നാളെ സ്കൂളിൽ പോകേണ്ടി വരും. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്തോളാം. എൻ്റെ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്, അറിയാലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.